ഇങ്ങനെ 101 പ്രാവശ്യം അമരുകയും നിവരുകയും ചെയ്ത ജാനുവിന് നല്ല ബലം കിട്ടും. കസർത്തെടുക്കാൻ നമ്മളും ബലമെല്ലാം ജാനുവിനും. ഏതാ ശനി ജാനു? അയ്യടാ എടോ, ഈ ജാനു എന്ന് പറയുന്ന ഒരു മർമ്മത്തിന്റെ പേരാ. ഗുദം വസ്തീനാഭി ഹൃദയം, സ്തനമൂലം സ്തനരോഹിതം, അപാലാജം ജാനു എന്നിങ്ങനെ 107 മർമ്മങ്ങളുണ്ട്. അതിൽ തന്നെ സദ്യപ്രാണഹരം, കാലാന്തരപ്രാണഹരം എന്നീ ഉപവകുപ്പുകളുണ്ട്. ക്ഷതം പറ്റിയ ഉടനെ തട്ടിപ്പോകുന്നത് സദ്യപ്രാണഹരം, കാലം കഴിഞ്ഞ് തട്ടിപ്പോകുന്നത് കാലാന്തരപ്രാണഹരം. സർവീസിലായിരുന്നപ്പോ പല കൊലകൊമ്പന്മാര് ഞാൻ മുട്ടുകുത്തിച്ചിട്ടുള്ളത് കാലാന്തര പ്രാണഹര മർമ്മത്തിനിട്ട് കുത്തിയിട്ടാ. അതുകൊണ്ടാണല്ലോ ആശാൻ മർമ്മം ഗോപാലപിള്ള എന്നറിയപ്പെടുന്നത്. അതേടോ, ഇപ്പോഴൊരു 10-20 പേര് വന്നാലും ഞാൻ ചൂണ്ടി നിർത്തും. ഒരു ചൂണ്ടുവർമ്മം പഠിപ്പിച്ചു തരൂ ആശാനെ. അയ്യാ, അത് തന്റെ ഭാര്യക്കിട്ട് ചൂണ്ടല്ലേ. അതിന് ഫീസ് വേറെ വേണം. ഇപ്പൊ തൽക്കാലം ജാനുവിനെ മുറുകെ പിടിച്ചോ. സ്റ്റാർട്ട്. പടയിറങ്ങി കഴിഞ്ഞു. ഒന്ന് നിന്നേ, ബട്ടൺസ് ഇട്ടോട്ടെ. പപ്പ ഫോൺ ബോക്സ് വാങ്ങാൻ മറക്കല്ലേ? ഇല്ല മോളെ. എന്റെ ക്രിക്കറ്റ് ബോളിന്റെ കാര്യം ഓർമ്മയുണ്ടടാ. പപ്പ കളിക്കൊടുക്ക. അയ്യോ കേട്ടടാ. സഞ്ജുവിന്റെ മരുന്നിനുള്ള തുണ്ട് പോക്കറ്റ് വെച്ചിട്ടുണ്ട്. കണ്ടു. മഞ്ജുവിന് മഞ്ഞ ഫ്രോക്ക് വാങ്ങണേട്ടാ. കുഞ്ചുവിന്റെ കുത്തിവെപ്പ് നാളെയല്ലേ? ഓ ആശ്വാസം. സമയമായി. ടാറ്റാ. എന്താടോ വൈകിയത്? സർ, ഒന്നാം ഭാര്യ മീനാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും രണ്ടാം ഭാര്യ കാമാക്ഷിയുടെ മക്കളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റും ഒന്നാം ഭാര്യ. അതേടോ സർ. അപ്പൊ പതിവ് കാരണങ്ങൾ തന്നെ. ഫാൻസിന്റെ സിബിട്. സോറി സർ. താങ്ക് യു സർ. സാർ, ആ പെൺകുട്ടി ഇനി എത്തിയിട്ടില്ല. തനിക്ക് എപ്പോഴും പെൺകുട്ടികളുടെ ഓർമ്മയുള്ളൂ. പാടുന്ന പെൺകുട്ടിയുടെ കാര്യമാ. അവളെ കസ്റ്റഡിയിൽ എടുക്കാൻ രാമകൃഷ്ണൻ പോയിട്ടുണ്ട്. ഓക്കെ, വേറെ വകുപ്പുകളുണ്ടല്ലോ, അതെന്തായി? അത് ദാമോദരന്റെ ചാർജിലുള്ള കേസാ. അവനും അന്വേഷണത്തിന് പോയിരിക്കുക. അറേഞ്ച്മെന്റ്സ് ഒക്കെ റെഡി ആവുമ്പോൾ അറിയിച്ചാൽ മതി. സാർ, എന്റെ കോൺസ്റ്റബിൾ ഭാര്യ കാമാക്ഷിയുടെ അനിയത്തി ഒരു വിശാലാക്ഷി ഉണ്ട്. സംഗീത കോളേജിൽ പഠിക്കുക. നന്നായിട്ട് പാടും. നമുക്ക് അവളെ കൂടി ഒന്ന് സൈരിപ്പിച്ചൂടെ സാർ? തന്റെ ഭാര്യയുടെ അനിയത്തിയല്ലേ? അതെ സാർ. അത് വേണ്ട. അയ്യോ, അതെന്താ സാർ? തനിക്കിപ്പൊ തന്നെ 2 ഭാര്യമാരില്ലേ, ഇനി എണ്ണം കൂട്ടണ്ട. യെസ് സാർ. രണ്ട് ഭാര്യ ഉണ്ടെന്ന് പറഞ്ഞങ്ങനെ വാരണ്ട. അതിസൽപ്പേര് സദാനന്ദന്റെ കഴിവ്. അതാണെന്താ? നോ സാർ. കേട്ടോ? ഭാഗവതരി മാമ, ഒന്ന് വേഗം വാ. വരുന്നതൊക്കെ കൊള്ളാം. എന്റെ മോക്ക് പറഞ്ഞു സമ്മതിച്ച കാശ് കിട്ടണം. അവളെ സിനിമയെ പാടാൻ വിളിച്ചതാ. ചിത്രയ്ക്ക് പകരമായിരിക്കും. ആ തന്നെ. അയ്യോ, പിന്നെ എന്താ പോവാത്തത്? വീട് വിട്ട് പുറത്തു പോവാൻ മോക്ക് ഇഷ്ടമല്ല. അമ്മയെ പിരിയാൻ പ്രയാസമാ, അതുകൊണ്ടാ. മാമൻ വിഷമിക്കേണ്ട. മാമന്റെ മോക്ക് നല്ലൊരു ഭാവി ഞങ്ങൾ ഉണ്ടാക്കി തരും. പിന്നെ വെറുതെ കശപിശ ഉണ്ടാക്കാതെ ബാ മാമ ബാ. ആ കുട്ടിയെ ഇനി നോക്കണ്ട സാർ, അവൾ ഗർഭിണിയാണ്. ഗർഭിണിയോ? സാറിന് വിഷമം ഉണ്ടാകുമെന്നറിയാം. നിങ്ങൾ തമ്മിൽ നല്ല കോമ്പിനേഷനിലായിരുന്നല്ലോ. സഹകരിക്കാൻ പറ്റാത്തതിൽ ആ കുട്ടിക്കും വിഷമമുണ്ട് സാർ. സാറിനോട് മാപ്പ് പറഞ്ഞതായി പറയാൻ പറഞ്ഞു. ഏത് കുട്ടിയുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? നമുക്ക് സ്ഥിരമായി പാടാൻ വരുന്ന മല്ലിക. ഓ, മല്ലിക. അവള് പോയെങ്കിൽ എന്താ സാറേ, പകരം മറ്റൊരു കക്ഷിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കല്യാണി. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കി. നല്ല താളം, ശ്രുതി, സ്വരസ്ഥാനം ഭയങ്കരം. 4.5 കട്ടയ്ക്ക് ഒരു പിടി പിടിച്ചാ പിടിച്ചതാണ് സാർ. എന്നാ സ്റ്റാർട്ട് ചെയ്യാം. വെയിറ്റ് ചെയ്യാൻ പറയൂ. യെസ് സർ. മൈ ഗോഡ്, നാളെ ചാർജ് എടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇന്ന് ചാർജ് എടുത്തോട്ടെ സാർ. നമുക്ക് അനുപല്ലവിലേക്ക് എത്രയും പെട്ടെന്ന് എല്ലാ ഇൻസ്ട്രുമെന്റ്സ് ഒളിപ്പിച്ചോളൂ. ജോയിൻ ഡ്യൂട്ടി ഇമ്മീഡിയറ്റ്ലി. വേഗം മാറ്റണോടുത്ത് പ്ലീസ്. സാർ നാളെ ചാർജ് എടുക്കുമെന്നുള്ള പറഞ്ഞിരുന്നത്. എനിക്ക് ഇന്ന് ചാർജ് എടുക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഇവിടുത്തെ യഥാർത്ഥ സെറ്റപ്പ് ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. നമുക്ക് ഓഫീസിലേക്ക് ഇരിക്കാം സാർ. ഇത്രയും പ്രായമായിട്ടും പെൻഷനാകാറായില്ലേ? ഞാൻ ഇവളുടെ അച്ഛനാ സാർ. മോക്ക് കൂട്ടുവന്നായിരിക്കും. എന്താ വനിതാ പോലീസിന് യൂണിഫോം അല്ലേ? അത് വനിതാ പോലീസ് അല്ല സാർ. തന്റെ കക്ഷത്തിൽ എന്താണോ? ലാത്തി. ഡിപ്പാർട്ട്മെന്റ് അറ്റത്ത് ദ്വാരമുള്ള ലാത്തി ഇറക്കി തുടങ്ങിയോ? Sorry, sir. എന്തൊക്കെയാ കമ്മീഷണർ ഇത്? ഞങ്ങളൊരു പാട്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു സാർ. ഇതെന്താ മ്യൂസിക് കോളേജാ? അല്ല സാർ, ഒരു റിഹേഴ്സൽ. ഞങ്ങൾ വല്ലപ്പോഴും ഗാനമേളയ്ക്കൊക്കെ പാടാറുണ്ട്. ഓഹോ, കമ്മീഷണർക്ക് ഗാനമേളയോ? ഇങ്ങനെയാണെങ്കിൽ കമ്മീഷണർ റോഡിൽ ഡപ്പാക്കുത്ത് ഡാൻസ് നടത്തുമല്ലോ. സാർ, ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ടുണ്ട്. ഡപ്പാക്കുത്ത് ഡാൻസിനോ? അല്ല സാർ, തൽക്കാലം ഗാനമേളയ്ക്ക് മാത്രമേ ഉള്ളൂ. പിന്നീട് ഞങ്ങൾ ഇങ്ങോട്ട് ട്രൂപ്പ് പോലെ. കമ്മീഷണർ ഓഫീസിൽ പാട്ടക്കൂത്തും എന്ത് തോന്നിയാകാത്തോ സാർ?
ആട്ടെ പാടിയ പാട്ട് അമീർ കല്യാണിയല്ലേ? അല്ല സാർ, ഇവളുടെ പേര് നിത്യ കല്യാണി എന്നാ. Shut up. രാഗത്തിന്റെ പേര് പോലും അറിയാത്ത താൻ എങ്ങനെയാണോ ക്ലാരറ്റ് വായിക്കുന്നേ? സോറി സാർ. എന്താണോ ഇതൊക്കെ കമ്മീഷണറുടെ കുത്തകാന്ന് കരുതിയോ? എല്ലാം എടുത്തങ്ങോട്ട് നിരത്താൻ പറയണോ? സർ കം ഓൺ. എടോ, കാക്കിക്കുള്ളിലെ സംഗീതത്തെ കുറിച്ച് മഹാകവി വള്ളത്തോൾ പാടിയിട്ടുണ്ട്. കാക്കിക്കുള്ളിൽ തുടിക്കും ഹൃദയത്തിന്റെ അകമാനത് കല്ലൽ ഇരുമ്പല്ല, ലാത്തി മാറ്റിക്കൊടുക്കുക തമ്പുരു വാർത്തിടും ഗാനകന്യക ഒന്നിനെ. നോക്കി നിൽക്കാതെ അങ്ങോട്ട് അടിച്ചു പൊളിക്കണോ കമ്മീഷണറെ? സർ നമുക്ക് പറ്റിയ DIG സാർ. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവാ കുളിക്കാൻ. യെസ് കമിൻ. പുതുപ്പെണ്ണെന്താ ഈ വേഷത്തില്? ഹോ, ഇപ്പഴാ ഒരു റിലീഫ് കിട്ടിയത്. വെറുതെ പട്ടുസാരിയും വലിച്ചു വാരി ചുറ്റി കുറെ ആഭരണം ഇട്ട് എന്തൊരു ചൂടായിരുന്നു, വേർത്തൊഴുകായിരുന്നു. ഇന്ന് ആദ്യമായിട്ട് ഞാൻ സാരി ഉടുക്കുന്നത്. യാ, ഫോർ ദ ഫസ്റ്റ് ടൈം. AC ഇല്ലേ? അസിസ്റ്റന്റ് കമ്മീഷണർ ലീവിലാ. അതല്ല, AC, എയർ കണ്ടീഷണർ. അയ്യോ, അതിനൊക്കെ ഒരുപാട് ചിക്കിലി വേണ്ടേ? കമ്മീഷണറുടെ ശമ്പള സ്കെയിൽ എത്രയാണെന്നേ DGPക്ക് അറിയാം. അല്ലെങ്കിൽ പിന്നെ കൈക്കൂലി മേടിക്കണം. AC വേണമെന്നൊക്കെ നിർബന്ധം പിടിച്ച് എന്നെ കൊണ്ടത് വാങ്ങിപ്പിക്കോ? എന്റെ കുടുംബാന്തരീക്ഷമൊക്കെ ഗീതുവിന് മനസ്സിലായി കാണുമല്ലോ. സംഗീതയെ പ്രസവിച്ച് 6 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു അമ്മയുടെ മരണം. ഞാനും സഹോദരിമാരും തമ്മിൽ ഒരുപാട് പ്രായവ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ വളർത്തിയത് സഹോദരിമാരെ പോലല്ല, സ്വന്തം മക്കളെ പോലെ. അടുക്കള കാര്യങ്ങള് ഞങ്ങളെല്ലാം ചേർന്നാ ചെയ്യുന്നത്. കുട്ടന്മാർക്ക് എല്ലാം അറിയാം. കുട്ടന്മാരോ? അതാരാ? സാവിത്രിയും സംഗീതയും എനിക്ക് കുട്ടന്മാരാ. എന്റെ സംഗീതയും സാവിത്രിയും ഇന്നു മുതൽ ഞാനങ്ങടെ ഏൽപ്പിക്കുക. ഗീതു അവർക്ക് വെറും നാത്തു മാത്രമല്ല, അമ്മ, സഹോദരി, ഏട്ടത്തി, കൂട്ടുകാരി ഒക്കെ ആയിരിക്കണം. ആയിരിക്കുന്നറിയാം. പാല് തണുക്കുന്നു. ഓ സോറി, ഞാനതങ്ങ് മറന്നു. ആദ്യ രാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണുള്ളത്. കുടിച്ചോ. എനിക്ക് വേണ്ട, ഞാൻ പാല് കുടിക്കില്ല. അല്ല, ആദ്യ രാത്രി ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി? അത് സാരില്ല, ഒരു ചേഞ്ച് ആയിക്കോട്ടെ. കറക്റ്റ്, ഗീതു പറഞ്ഞാൽ ശരി. ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി കുടിക്കുന്നതിലല്ല, അയാളെ കൊണ്ട് മുഴുവൻ കുടിപ്പിക്കുന്നതിലാണ് സ്നേഹം. കുടിക്കട്ടെ. ഇനി ലൈറ്റ് അണയ്ക്കണം, കിടക്കണം. എന്താ അതിലും വല്ല വ്യത്യാസമുണ്ടോ? ഇനി ചേഞ്ച്. ഇടുക്കിയിൽ ഭൂമി കുലുക്കം. മലവെള്ളപ്പാച്ചിലിൽ വൻ നാശനഷ്ടങ്ങളുണ്ടായി. ചായ. മിടുക്കി. അതിരാവിലെ ഭർത്താവിന് ഒരു കപ്പ് ചായ കൊണ്ട് തരാനുള്ള ഉത്തരവാദിത്വ ബോധം ഉണ്ടായല്ലോ. ഭാര്യമാരായാൽ അങ്ങനെയാ വേണ്ടത്. സന്തോഷായി. ഇന്നലെ ബാക്കി പാല് നിരസിച്ചപ്പോ ഒരല്പം വിഷമം തോന്നി. തണ്ടല്പം കൂടുതലല്ലേന്നൊന്നും സംശയിച്ചു. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിട്ടോ. രാവിലെ കുളിച്ച് ഈറൻ മുടിയിൽ തുളസിക്കതിരും ചൂടി ചന്ദനക്കുറിയും ചാർത്തി കയ്യിൽ ആവി പറക്കുന്ന ചായയുമായി എന്റെ മുന്നിൽ അവതരിച്ചു നിൽക്കുന്ന മലയാള തനിമയുള്ള സുന്ദരി ഗീതാ റാണി, നിനക്ക് സ്വാഗതം. നിങ്ങളോ? ഞാനെന്തൊക്കെയോ ഉറക്കപ്പിച്ചിലിങ്ങനെ. എല്ലാം കേട്ടു. സഞ്ജീവൻ ഐപിസിന്റെ പ്രേമസാഹിത്യം കലക്കി കേട്ടോ. അപ്പൊ എടുത്തിന്നലെ ബാക്കി പാല് കുടിച്ചില്ലല്ലേ? എന്താ എന്താ എത്ര ചിരിക്കാൻ? ജോക്ക് വല്ലതാണെങ്കിൽ ഞാനും കൂടി കേക്കട്ടെ. അല്ല, ഞങ്ങൾ ചായ ഉണ്ടപ്പം ഏട്ടത്തിയാണ് ധരിച്ച്. ഏട്ടൻ കൊറേ ഡയലോഗ്. ഏട്ടത്തി ഒന്ന് കേൾക്കണമായിരുന്നു. നല്ല സാഹിത്യം. അതാണോ കാര്യം? ഇതുവരെ നിങ്ങളെ സഹോദരനും സഹോദരിമാരും തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നിരിക്കാം. പക്ഷേ ഇനി മുതൽ വൈഫിന് എവിടെ സ്ഥാനം, അത് മറക്കരുത്. ഇത് ഞങ്ങളുടെ ബെഡ്റൂമാ. അല്പം പ്രൈവസി ഒക്കെ വേണം. എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങാനൊന്നും പറ്റില്ല. ഒക്കെ പറഞ്ഞു കൊടുത്തില്ലേ സഞ്ജു? ദൈവമേ, സാധാരണ പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നതാ പതിവ്. ഇവള് പുരയിടിച്ച് നിരത്തുവോ? ആ,
I want vegetable au gratin, chicken steak on sizzler, American chop suey, chicken saslik, chicken rolls, and spaghetti alla Italiana, and dinner rolls. What about you, Sanju? 1 plate of tapioca, curry of nattoli, 2 broken kandari molagu mixed with salt, rice soup with rasa. മനസ്സിലായില്ലേ? മരച്ചീനി പുഴുങ്ങിയതും നത്തോലിക്കറിയും ചതച്ച 2 കാന്താരി മുളകും രസം ഒഴിച്ച നല്ല ചൂട് കഞ്ഞിവെള്ളവും. എന്താ സഞ്ജു ഇത്? എനിക്ക് ഈ കുന്തങ്ങളുടെ പേരൊന്നും അറിഞ്ഞൂടാ. ആനക്കെടുപ്പത് നീ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ. എന്റെ ബാലൻസ് നീ കഴിക്കില്ലെങ്കിലും നിന്റെ ബാലൻസ് ഞാൻ കഴിച്ചോളാം എന്റെ DGPയുടെ മോളെ. ഹണിമൂണാണ്, ചേട്ടനൊന്ന് പുറത്തു പോവോ? അയ്യോ അണ്ണാച്ചി അപ്പടിയേ പോങ്ക പോങ്ക. കേട്ട കൂട്ടന്മാരെ, ഇന്ന് ഓഫീസിൽ ഒരു ഫോൺ കോള് വന്നിരുന്നു. ഒരു വെൽവിഷറിന്റെ. ഏതോ ഒരു പെണ്ണ, ഒരു ഭ്രാന്തി. കുട്ടാ ഏട്ടത്തേക്ക് വെള്ളം കൂടെ. ചോറ് മണ്ടേ കയറിയ നാട്ടിൻപുറത്തൊരു ഫസ്റ്റ് എയ്ഡാ, ഉച്ചക്കടിക്കുക. ഓക്കെ ആയല്ലോ. അപ്പൊ വെൽവിഷർ ഒരുതരം ആണും പെണ്ണും കേട്ടോ സെക്കൻഡി ടൈപ്പ് ശബ്ദം. ഉളംപറ കേസാ. ഒരുപാട് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച് തലയെറിഞ്ഞായിരിക്കും. അതെങ്കിതു അവള് പറഞ്ഞു നീ ഒന്ന് കേൾക്കണമായിരുന്നു. ചെവിക്കല്ലിലിട്ട് പൊട്ടിക്കാൻ തോന്നും. ബ്ലഡി. ദേ വീണ്ടും ചുമക്കണോ? ഉച്ചക്കടിക്കണോ? വേണ്ട. ഓ ആ അപ്പൊ അവള് പറഞ്ഞു കേക്കണ്ടേ? ഞാൻ നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഗീതുവിനെയും കൂട്ടി DGPയുടെ വീട്ടിൽ പോയി താമസിക്കണം അത്രേ. അല്ല ഗീതു എന്നെ പറ, ഈ ജന്മ ഈ കുട്ടികളെ പിരിഞ്ഞൊരു നിമിഷം ജീവിക്കാൻ വേണ്ട. അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും നിനക്ക് കഴിയോ? എന്താ ഏട്ടാ ഇത്? മനസ്സിലായില്ലേ? അവളാണ് ഈ ശബ്ദം മാറ്റി വിളിച്ചത്. സഞ്ജു, കോഫി. എന്താ ഇത്? ബെഡ് കോഫി. ഗീതുവിന്റെ കൈ കൊണ്ട് ഗീതു ഉണ്ടാക്കിയ കോഫി. ഈശ്വര, ഇതെന്താ മായയോ? മായല്ല, ഗീതു. 2000 ആണ്ടോടെ പല അത്ഭുതങ്ങളും നടക്കുന്ന അതിലൊന്നും നടന്നു കഴിഞ്ഞു. എന്റെ ഭാര്യയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ കോഫി. ഇതെന്താ? കാപ്പിയോ ഭാഷാണോ? കോഫി. ഇതെന്ത് കുന്തം കൊണ്ടുണ്ടാക്കിയത്? കോഫി പൗഡർ, മിൽക്ക്, ഷുഗർ, ഹോട്ട് വാട്ടർ എല്ലാം കൂടി മിക്സ് ചെയ്ത കോഫി. ആഹാ, നന്നായിരിക്കുന്നു. എന്തൊരു കയ്പ്. ഏട്ടത്തി ഇതിന്നാണ് പഞ്ചസാര എടുത്തത്? യെസ്. ഏട്ടാ ഇത് പഞ്ചസാരയിലെ ഉപ്പാ. എടുത്ത് ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പറയില്ലായിരുന്നോ? ആഹാ, അപ്പൊ ഞാൻ ഇന്ന് കോഫി ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കി പഞ്ചസാര ഇരുന്നെടുത്ത് ഉപ്പ് കൊണ്ടുവച്ചു അല്ലേ? എന്നെ തോപ്പിക്കാൻ വേണ്ടി പേർപ്പസ് ആയിട്ട് ചെയ്തത്. അയ്യോ ഏട്ടത്തി വേണ്ട, കോഫി ചീറ്റിപ്പോയി. പോട്ടെ, ഐ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. തുപ്പിതാ. എടി ഇവള് നമ്മളെ ഉദരരോഗികളാക്കുവോ? അങ്ങനെ വെള്ളരിക്കയായി. ഇനി പാവയ്ക്ക. അത് ഒന്നും കുറയ്ക്കണ്ട. IPS തല കുലിക്ക് സമ്മതിക്കണം. ഇതെന്താടി ഇത്? ഇംഗ്ലീഷ് മോഡൽ സാമ്പാറായിരിക്കും ചേച്ചി. ഏട്ടത്തി എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? കുട്ടന്മാർക്ക് എന്താ വേണ്ടത്? ദോശയോ ഇഡ്ഡലിയോ ഉണ്ടാക്കാം. അതിനുള്ള മാവരിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇത് മൈദാമാവാ. അതൊക്കെ എനിക്കറിയാം. ഇത് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ചതാ. അയ്യോ എടുത്തിയത് പാത്രത്തിനടപ്പാ. ദോശകല്ല് അവിടെയാ. ദോശ സ്റ്റോണെന്ന് എഴുതി വെച്ചൂടെ ഇവളുമാർക്ക. ഞങ്ങളും കൂടെ സഹായിക്കേട്ടത്തി. വേണ്ട, ഇതൊക്കെ എനിക്കറിയാം. ഇതിന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനല്ലേ. ആരും സഹായിക്കണ്ട. ആഹാ, ഇന്ന് മരുമകളുടെ കൈകൊണ്ടാ പാചകം. ആ, ഇന്ന് മുതൽ ഞാൻ അടുക്കള ഭരണം. അങ്കിള് പോയി കുളിച്ച് റെഡി ആയിട്ട് വരൂ. ഐ ഗിവ് യു എ വണ്ടർഫുൾ ബ്രേക്ക്ഫാസ്റ്റ്. വെരി ഗുഡ്. ഓ എന്റെ ഭഗവാനെ, DGPയുടെ മോളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ റിട്ടയർഡ് ഹെഡ് കോൺസ്റ്റബിളിന് ഭാഗ്യം ഉണ്ടായല്ലോ. മുജ്ജമ്മ സുഹൃതം. എന്തേ ഏട്ടത്തെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ലേ? ഒരു രക്ഷയില്ല, പാചകം തകർക്കയാ. ഏടത്തേക്ക് നല്ല സ്പീഡ്. ഓ ഭയങ്കര വിശപ്പ്. എന്തെങ്കിലും ഇത് പെട്ടെന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഇന്ന് മരുമോളുടെ ബ്രേക്ക്ഫാസ്റ്റാ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. യെസ്. How is it? ഇതെന്താടാ, ദോശയോ ഇഡ്ഡലിയോ? ഇതാണച്ചാ ദൊഡ്ഡലി. മനസ്സിലായില്ലേ? ദോശയുടെ ദോയും ഇഡ്ഡലിയുടെ ഡലിയും ചേർന്ന ദൊഡ്ഡലി. ആഹാ, കുറച്ചുകൂടാവാം. അയ്യോ, ഇതെന്ത് കറിയാത്?
എന്ത് കറിയോ ആവട്ടെ. എങ്ങനെയുണ്ട്? ഒരു പച്ചക്കറി കടയിലേക്ക് നോക്കുന്ന പോലുണ്ട്. ഇതെന്തിനാ അത്? ആനയ്ക്ക് കൊടുക്കാനാ? കുട്ടാ, ഒരു ആംബുലൻസ് വിളിച്ചോ. എന്ത് പറ്റിയച്ചാ? വയറ് കത്തുന്നു. മരുമകൾ ഉണ്ടാക്കിയ കറി കുറെ ഞാനങ്ങ് കഴിച്ചു. എരിവ് മർമ്മത്തിൽ തട്ടിയതാ. 1.5 കിലോ മുളക് പൊടിയും 1 കിലോ ഉപ്പുമാണ് അകത്ത് പോയിരിക്കുന്നത്. നോർമൽ ആവാൻ കുറച്ച് സമയം എടുക്കും. പോയി റൂമിൽ കയറിക്കോ. മക്കളെ, അറിയാതെങ്ങാനും ഇതെടുത്ത് നമ്മുടെ പട്ടിക്കോ പൂച്ചയ്ക്കോ ഇട്ട് കൊടുത്തേക്കല്ലേ, തട്ടിപ്പോവും. വലിയ വലിയ വീട്ടിലെ പിള്ളേരാ വന്നത്. അവര് ഇംഗ്ലീഷിൽ ചോദിച്ചാൽ ഇംഗ്ലീഷിൽ മറുപടി പറയണം. പെങ്ങന്മാര് മോയി കാണിക്കുമ്പോ മതി മറക്കാവോ? ഇവരെന്ത് കോത്താഴത്തെ കമ്മീഷണറാ? രാത്രി എന്നില്ല പകലെന്നില്ലാതെ മോന്തിക്കൊണ്ട് ഈ കുടി ഇന്ന് അവസാനിപ്പിക്കണം. ചോദിക്കും, ഗോപാലപിള്ള ചോദിക്കും. എന്റെ മരുമകളുടെ മനസ്സ് വേദനിപ്പിച്ച കമ്മീഷണർ അല്ല ദൈവം തമ്പുരാനായാലും ചോദിക്കും. കമ്മീഷണറോട് സംസാരിക്കാൻ അല്പം കൂടെ ധൈര്യം വേണം. 2 എണ്ണം കൂടെ വീശല്ലേ. കുപ്പി എവിടെ? കുപ്പി എവിടെ? ഞാനിവിടെ കൊണ്ടുവച്ച കുപ്പി എവിടെയത്? ആരെടുത്താലും ശരി ഇവിടെ കൊണ്ടുവന്ന് വെച്ചോളാം. ഇല്ലെങ്കിൽ മർമ്മത്തിന്റെ സ്വഭാവം മാറും. ആരാ എടുത്തതെന്ന്? ആരാ എടുത്തതെന്ന് ചോദിച്ചു കേട്ടില്ലേ? ആരാന്ന്? എന്താ അങ്കിൾ? ഞാൻ ഇപ്പൊ കൊണ്ടുവച്ച കുപ്പി കാണുന്നില്ല. എനിക്ക് ഇനിയും കുടിക്കണം. കുപ്പി എവിടെ? അങ്കിൾ, കുപ്പി അവളുമാരെടുത്ത് എറിഞ്ഞതാ. ആ, സാവിത്രിയും സംഗീതയും. മർമ്മ ഇനിയും പൂസാന്ന് ഒന്ന് കാണുമല്ലോ എന്നും പറഞ്ഞ് എടുത്തൊരൊറ്റ ഏറ്. അത്രയ്ക്കായോ? ഞാൻ മാത്രമല്ല, അങ്കിളും അവർക്കിപ്പോ ശത്രുവാ. അധികപ്പറ്റ്. പെമ്പിള്ളേർക്ക് ഇത്ര അഹങ്കാരം പാടില്ല. അല്പം കുടിക്കുമെന്ന് വെച്ച് ഫാദർ അല്ലേ, റെസ്പെക്ട് ചെയ്യണ്ടേ? എടീ സാവിത്രി, സംഗീതേ, എന്റെ കുപ്പിയുടെ തെരഞ്ഞെടുപ്പ് നിഷേധി പറഞ്ഞു പോയി. നിന്നോടാണ് ചോദിച്ചത് എവിടെയാണ് മത്സരം? മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. സത്യം പറഞ്ഞു. രണ്ടിനെയും കൊന്നുകളഞ്ഞ പണി ഇവിടെ വന്നു. എന്റെ പെൻഷൻ കാശോടാണ് ഞാൻ കുടിക്കുന്നത്. തികയാത്തിന് മരുമകൾ തരും. ഞാൻ ഇവിടുത്തെ പട്ടിയാലോടി. എവിടെയാണ് കുപ്പി വിളിച്ചത്? എനിക്കറിയില്ല. നിനക്ക് അറിയില്ല അല്ലേ? വെറുതെ പാവങ്ങളെ തല്ലി കൊല്ലണ്ട. കുപ്പി എടുത്തെറിഞ്ഞ ഞാനാ. ഓ, പെങ്ങന്മാരെ രക്ഷിക്കാൻ വേണ്ടി കുറ്റം ഏറ്റെടുക്കുന്നു. എന്റെ മരുമോള് പറഞ്ഞല്ലോ ഇവളുമാരെ എടുത്തെറിഞ്ഞെന്ന്. പിള്ളേരാ കുപ്പി എടുത്തെറിയുന്നത് നീ കണ്ടോ? കണ്ടു. കണ്ടോടി? കണ്ടോന്ന് ബലപ്പിച്ച് ചോദിച്ചാ ഞാൻ കണ്ടില്ല. മാത്രമല്ല, സഞ്ജു എടുത്ത് എറിയുന്നതും ഞാൻ കണ്ടു. അവളുമാർക്ക് 2 തല്ല് കിട്ടാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞത് തന്നെയാ. എന്റെ കൂട്ടുകാരികൾ ഇൻസൾട്ട് ചെയ്തില്ലേ, ഞാൻ പകരം വീട്ടിയതാ. ഇനി എന്റെ റൂട്ടും അത് തന്നെ ആയിരിക്കും. ടിറ്റ് ഫോർ ടാറ്റ്. ആ ഇരിക്കടോ എടുക്കളെ സഞ്ജീവൻ ഇരിക്കെ. എഴുന്നേൽക്ക്. എന്താ കുട്ടി കാട്ടണേ? ക്ഷമിക്കണം സാർ. DA പറഞ്ഞപ്പോഴാണ് അങ്ങയുടെ മഹത്വം എനിക്ക് കൂടുതൽ ബോധ്യമായത്. അങ്ങ് ആദർശധീരനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. അങ്ങയുടെ അനന്തരങ്ങളോട് ഞാൻ തെറ്റ് ചെയ്തു പോയി സാർ. എനിക്ക് മാപ്പ് തരണം. എന്താ മോനെ മാപ്പ് ചോദിക്കാൻ ഇവിടെ എന്തുണ്ടായി? വിവാഹ ബന്ധമാകുമ്പോ ചില കശവശകളൊക്കെ ഉണ്ടാവും. ഭാര്യക്കിട്ട് ഭർത്താവ് കൊടുത്തോന്ന് വരും. കൊടുക്കണമല്ലോ, അതിനാ കൈ തന്നിരിക്കുന്നത്. ഇല്ല അളിയാ, കേട്ടോ ഇടിക്കട്ടെ. ഞാൻ അളിയനോട് പറയുകയായിരുന്നു, ഗീതമോള് കാണിച്ച് ഒട്ടും ശരിയായില്ലെന്ന്. ഇല്ല അളിയാ? താനാടോ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ. 5 മിനിറ്റ് മുമ്പ് താൻ പറഞ്ഞതെന്തോന്നാ? ഇടത് കൊണ്ട് സല്യൂട്ട് ചെയ്യിക്കും, ഡൈവോഴ്സ്. അളിയൻ ഒരു മാതിരി ചൊറിയണ വർത്താനം പറയരുത്. കേട്ടോ ഇടിക്കട്ടെ. ഇടിക്കുള രണ്ടും ഒന്ന് തന്നെയാണ് മിസ്റ്റർ ഇടിക്കുളെ. ആ ഗീതുവിനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സഞ്ജീവനെ എനിക്കറിയാം. ഇരിക്കും മോനെ. വേണ്ട സാർ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു നിർത്തിയ? മതി.
ആ സഞ്ജീവനെ ഞാൻ വിളിപ്പിച്ചത്. ഒന്നും പറയണ്ട സാർ, സഞ്ജീവനല്ല എന്നോട് പറഞ്ഞു. പുള്ളിക്ക് കുറ്റബോധമുണ്ട്. സാറിനെയും അങ്കിളിനെയും ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ ഒരു മടി. അതുകൊണ്ടാണ് ഞാൻ കൂടെ പോകുന്നത്. ഗീതുവിന്റെ ഫ്രണ്ട്സിനോട് ഇൻഡിഫറന്റ് ആയിട്ട് എനിക്ക് എന്തൊക്കെയോ പറയേണ്ടി വന്നു. തെറ്റായി പോയിന്നറിയാം. ഗീതുവിന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും പോട്ടെ, ഇനി ഒന്നും ആവർത്തിക്കില്ല അങ്കിൾ. ഗീതുവിനെ എന്നോടൊപ്പം അയക്കണം. കുറച്ചൊക്കെ തെറ്റ് നിന്റെ ഭാഗത്തും ഉണ്ടാവുമല്ലോ. എന്നിട്ടും എല്ലാ തെറ്റും തന്റേതാണെന്ന് പറഞ്ഞ് അവൻ മാപ്പ് ചോദിക്കുക. അതാ ആണുങ്ങളുടെ മനസ്സ്. മോള് അവന്റെ കൂടെ പോണം. ഇല്ല, ഞാൻ പറഞ്ഞതാ. അയാള് കുറച്ചു ദിവസം കേറി ഇറങ്ങട്ടെ. അങ്ങനെ കേറി ഇറങ്ങാൻ നിൽക്കില്ല മോളെ. ആണുങ്ങളുടെ മനസ്സ് എപ്പോഴാ മാറുന്നേന്ന് അറിയില്ല. ഇതൊക്കെ കേട്ട് ഞാൻ ഭയക്കില്ല. ഞാൻ DGP രാജശേഖരൻ നായരുടെ മോളാ. ആണല്ലോ. അപ്പൊ ഡാഡി പറയുന്നത് അനുസരിക്കണം. എന്റെ മോള് പോണം. ഇല്ല, ഡാഡിക്ക് ഞാനൊരു ബേർഡിനാണെങ്കിൽ എങ്ങോട്ടെങ്കിലും പോയേക്കാം. വാ, ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഡാഡി ആരുടെ മുന്നിലും തലകുനിച്ചിട്ടില്ല. എന്റെ മോള് കാരണം ഡാഡിക്ക് അങ്ങനത്തെ അവസ്ഥ വരരുത്. ഡാഡിക്ക് നാണക്കേടുണ്ടാക്കരുത്. ഡാഡിക്ക് പ്രായം കൂടി വരികയാണ്. ഇനി മക്കളിൽ നിന്നുള്ള സ്നേഹവും സമാധാനവുമാണ് ഡാഡിക്ക് ആവശ്യം. ഡാഡി, ഞാൻ കാരണം എന്റെ ഡാഡി തോക്കാൻ പാടില്ല, വേദനിക്കാൻ പാടില്ല. ഡാഡിയാണ് എനിക്കെല്ലാം. ഡാഡിക്ക് വേണ്ടി ഞാൻ പോവാം ഇപ്പൊ തന്നെ. പക്ഷെ ഒരു കാര്യം, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പം ഞാൻ ഡാഡി അറിയിക്കും. ഡാഡി വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോരണം. അല്ലെങ്കിൽ പിന്നെ എന്നെ ആരും കാണില്ല. ഒന്നും ഉണ്ടാവില്ല മോളെ. വാ.